വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സെർച്ച് റിസൾട്ടിൽ വന്നാലാണ് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൂടുതൽ യൂസ് ഉണ്ടാവുന്നത്. ഫോർ എക്സാമ്പിൾ 5 villas ഇൻ കൊച്ചി എന്ന് സെർച്ച് ചെയ്തു. ഇങ്ങനൊരു കീവേഡിന് ടോപ്പിൽ വരുന്ന റിസൾട്ട് കാണുന്ന 99acres.com, magicbricks.com, keralarealestate.com ഈ 3 വെബ്സൈറ്റ് തന്നെയായിരിക്കും ആളുകൾ ഓപ്പൺ ചെയ്യുക ഇനിഷ്യലി. കീവേഡ് സെർച്ച് റിസൾട്ട് വരുന്ന ആദ്യത്തെ പേജിൽ വരുന്ന റിസൾട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ എന്ത് കീവേഡ്സ് ആണെങ്കിലും ആ കീവേഡ്സിന് ടോപ്പിൽ വരുന്ന ബിസിനസ്സിന് കൂടുതൽ ബിസിനസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. സോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് എങ്ങനെ ഇതുപോലുള്ള കീവേഡ്സിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളുടെ ബിസിനസ് ടാർഗറ്റ് ചെയ്യുന്ന കീവേഡിൽ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റ് മുമ്പിലെത്തിക്കാം എന്നുള്ളത് ഇങ്ങനെയാണ് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്നത് ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റാണ്. ഇതിൽ SEOയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നമുക്കിത് എങ്ങനെ SEO എനേബിൾഡ് ആക്കാമെന്ന് നോക്കാം. അതിനു മുന്നേ ക്വിക്കായിട്ട് ഈ വെബ്സൈറ്റിൻ്റെ കണ്ടൻറ്റ് എന്നാണ് നമുക്ക് നോക്കാം. ഈ വെബ്സൈറ്റിൽ എഴുതിയിരിക്കുന്നത് ഒരു ഹോം ഡെലിവറി ഇ-കൊമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ലാൻഡിംഗ് പേജാണ്. ഇതിൽ കസ്റ്റമർ ആപ്പ്, അഡ്മിൻ ആപ്പ്, ഡെലിവറി സ്റ്റാഫ് ആപ്പ്, ബൂസ്റ്റ് യുവർ ബിസിനസ് ഗ്രോത്ത്, ആ ഒരു ആപ്പിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെ എനേബിൾ ചെയ്തിരിക്കുന്ന ഒരു ഓൺ ഡിമാൻഡ് ഡെലിവറി സൊല്യൂഷൻ്റെ ഒരു വെബ്സൈറ്റാണ്. ഇതെങ്ങനെ നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാമെന്ന് നോക്കാം സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ആദ്യം വേർഡ്പ്രസ് ഡാഷ്ബോർഡിലേക്ക് ചെല്ലാം. SEOയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലഗിൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായിട്ട് പ്ലഗിനിലേക്ക് പോയിട്ട് ആഡ് ന്യൂ ക്ലിക്ക് ചെയ്യുക. SEOയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്ലഗിൻസ് വേർഡ്പ്രസ് മാർക്കറ്റ് പ്ലേസിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള പ്ലഗിൻസ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലഗിൻ സെർച്ച് ചെയ്യാം. SEO എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൽ പോപ്പുലറായിട്ട് പ്ലഗിൻസ് വന്ന് നിൽക്കും. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ കാണാം 5+ മില്യൺ ആക്റ്റീവ് ഇൻസ്റ്റാളേഷനുള്ള യോസ്റ്റ് SEO എന്ന പ്ലഗിൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാണ്. ഫ്യൂ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമുക്കത് ആക്ടിവേറ്റ് ചെയ്യാണ്. പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വരുന്ന ഒരു വിസാർഡാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിലൂടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇതിൽ ആദ്യത്തെ ഒരു ഓപ്ഷനിൽ എൻവയോൺമെൻറ്റ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിപ്പോൾ വെബ്സൈറ്റ് ലൈവായിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണോ അല്ലെങ്കിൽ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള വെബ്സൈറ്റ് ആണോ? അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഗൂഗിളിലേക്കോ അല്ലെങ്കിൽ സെർച്ച് എഞ്ചിനിലേക്കോ സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് തൽക്കാലം അണ്ടർ കൺസ്ട്രക്ഷനിലല്ല, ലൈവാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് ടൈപ്പ് ഓഫ് വെബ്സൈറ്റ് ആണ് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നത്. നമുക്കതൊരു കോർപ്പറേഷനായിട്ട് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ്. ഇത് ഓർഗനൈസേഷൻ ആണോ പേഴ്സണൽ വെബ്സൈറ്റ് ആണോ? ഒരു ഓർഗനൈസേഷനാണ്. അപ്പോൾ നമുക്കത് XYZ ലോഗോ ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫേസ്ബുക്ക് URL കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഒന്നും ഫില്ല് ചെയ്യുന്നില്ല. അപ്പോൾ ഇതെല്ലാം ഫില്ല് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിനൊരു ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇതിൽ എന്തൊക്കെ കണ്ടൻസ് ആണ് സെർച്ച് എഞ്ചിനിലേക്ക് വിസിബിലിറ്റി എനേബിൾ ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു പേജിൽ ചോദിക്കുന്നത്. പോസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ വേർഡ്പ്രസ്സിലുണ്ട്. നമ്മൾ ബ്ലോഗോ ന്യൂസോ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് സെർച്ചിലേക്ക് പോകുന്നോ എന്നാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് യെസ് കൊടുത്തിട്ടുണ്ട്. ഡിഫോൾട്ടായിട്ട് യെസ് ആണ് ഇരിക്കുന്നത്. അതിനുശേഷം പേജസ് സെർച്ച് എഞ്ചിനിൽ ഇൻഡെക്സ് ചെയ്യണോ എന്നുള്ളതാണ്. പേജസ് നമ്മൾ ഓക്കെ പറയുന്നുണ്ട്. ടെംപ്ലേറ്റ് എന്നുള്ളൊരു സെക്ഷനാണ്. അത് നമ്മൾ ഇൻറ്റേർണൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇൻഡെക്സ് ചെയ്യേണ്ട. പ്രൊഡക്ട്സ് ഇപ്പോൾ ഇൻഡെക്സ് ചെയ്യേണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കാം. ടീം ഇതൊന്നും നമ്മൾ ഇൻഡെക്സ് ചെയ്യുന്നില്ല. പോർട്ട്ഫോളിയോ ഇതൊന്നും ഇൻഡെക്സ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഇൻഡെക്സ് ചെയ്യാൻ യെസ് കൊടുക്കാം. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ വെബ്സൈറ്റിൽ മൾട്ടിപ്പിൾ ഓതേഴ്സ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വേർഡ്പ്രസ്സിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം യെസ് കൊടുക്കുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. വെബ്സൈറ്റിൻ്റെ നെയിം കൂടെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. പിന്നെ എന്ത് ടൈറ്റിൽ, നമ്മുടെ വെബ്സൈറ്റിന് ഒരു ടൈറ്റിൽസ് വരുള്ളൂ. കാണുന്ന ടൈറ്റിൽ കണ്ടോ? ഇതുപോലെ ടൈറ്റിൽസ് എന്ത് സെപ്പറേറ്റ് ആണ്? ഇതിലിപ്പോൾ ഒരു മൈനസ് സൈനാണ് കാണുന്നത്. ഇതുപോലെ എന്ത് വെച്ചിട്ടാണത് സെപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ളൊരു ടൈറ്റിൽ സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇത് നമ്മുടെ SEOൻ്റെ പ്ലഗിനിൽ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഡാറ്റ ചോദിക്കുന്നത്. തൽക്കാലം നമുക്ക് നോ കൊടുക്കുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. അത് ഫിനിഷ് ചെയ്യുന്നു. യു ആർ ഡൺ. ഇനി ഈ പ്ലഗിൻ്റെ ബാക്കിയുള്ള ഫീച്ചേഴ്സ് കൂടി നമുക്കൊന്ന് കവർ ചെയ്യാം. ഫീച്ചേഴ്സിൽ പോയി കഴിഞ്ഞാൽ യോസ്റ്റ് SEO പ്ലഗിൻ്റെ ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുള്ളത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സോ നമുക്ക് ഒരുപാട് ടേംസ് ബിഗിനറായിട്ടുള്ള നിങ്ങളുടെ സ്വന്തം ബിസിനസ് വെബ്സൈറ്റിനോ നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല. സോ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാം ഒരു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിലുള്ള ഓരോ സെറ്റിങ്സ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ SEO ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഓരോ സജഷനും ഈ പ്ലഗിൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റീഡബിലിറ്റി നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഹെൽപ്പ് ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഈ ഒരു റീഡബിലിറ്റി സെറ്റിംഗ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ദ റീഡബിലിറ്റി അനലൈസ് ഓഫേഴ്സ് സജഷൻസ് ടു ഇംപ്രൂവ് ദ സ്ട്രക്ചർ. നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സജഷൻസ് പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് എനേബിൾ ചെയ്യുന്നത്. അതുപോലെ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാം. അതുപോലെ അടുത്തൊരു എക്സാമ്പിളാണ് XML സൈറ്റ് മാപ്പ്. സൈറ്റിൽ ഈ ഒരു വെബ്സൈറ്റിൽ എന്തൊക്കെ പേജസ് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു സൈറ്റ് മാപ്പാണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സൈറ്റ് മാപ്പ് വരും. പോസ്റ്റ് സൈറ്റ് മാപ്പ്, സൈറ്റ് മാപ്പ്. പേജസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പേജസിലുണ്ട്. അതുപോലെ പോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് ഒന്നുമില്ല. സോ കംപ്ലീറ്റ് വെബ്സൈറ്റിൽ എന്തൊക്കെ പേജ് ഉള്ളതിൻ്റെ ഒരു ട്രീ സ്ട്രക്ചർ ആയിരിക്കും ഇതിൽ വരുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്നതനുസരിച്ച് ഫുള്ളി നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു സൈറ്റ് മാപ്പ് കൊണ്ടൊരു ഉപകാരമുണ്ട്. ഇതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഇതിന് ശേഷം ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ നോക്കുക, സേവ് ചെയ്യുക. ബേസിക്കായിട്ട് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഡിഫോൾട്ടായിട്ട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കാം. ഇൻ്റഗ്രേഷൻ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. വെബ് ബാസ്റ്റർ ടൂൾസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ നമുക്ക് ബേസിക്കായിട്ടും ഇത് മറ്റൊരു സെർച്ച് എഞ്ചിനാണ് ബൈഡു, ബിങ് നമുക്കറിയാം, ഗൂഗിൾ നമുക്കറിയാം. അപ്പോൾ ഗൂഗിളിലെ കാര്യം നമുക്കിപ്പോൾ എങ്ങനെയാണ് നോക്കാം. ഗൂഗിൾ സെർച്ച് കൺസോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ ഈ ഒരു വെബ്സൈറ്റ് നമുക്കൊന്ന് ലിങ്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വിസാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കൊരു HTML ടാഗ് യൂസ് ചെയ്തിട്ടൊന്ന് ബിൽഡ് ചെയ്യാൻ നോക്കാം. HTML ടാഗ് ക്ലിക്ക് ചെയ്യുന്നു. ഇത് കോപ്പി ചെയ്തു. ഈ ഒരു ടാഗാണ് ഇവിടെ ചോദിക്കുന്നത് ഗൂഗിൾ വെരിഫിക്കേഷൻ കോഡായിട്ട്. നമ്മളതിവിടെ പേസ്റ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി വെരിഫൈ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ കാണാം ഗ്രേറ്റ് ജോബ്, ഇന്ന വെബ്സൈറ്റ് വെരിഫൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി സെർച്ച് കൺസോളിൽ അത് ഉപയോഗിക്കാം. ഇപ്പോൾ ഗൂഗിളും നമ്മുടെ വെബ്സൈറ്റും തമ്മിൽ ലിങ്കിങ് കഴിഞ്ഞു. ഇപ്പോൾ സെർച്ച് കൺസോളിൽ നമുക്കത് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ആ ഒരു വെബ്സൈറ്റ് ഈ ഗൂഗിൾ കൺസോളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. appsxyz.com കണ്ടിന്യൂ. ഓണർഷിപ്പ് വെരിഫൈഡ് ആണ്. നമ്മൾ ആ പ്രോപ്പർട്ടിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ഗൂഗിൾ സെർച്ച് കൺസോളും വെബ്സൈറ്റും തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാം. ഫീച്ചേഴ്സിൽ പോയിട്ട് നേരത്തെ കണ്ട ആ ഒരു XML സൈറ്റ് മാപ്പ് കണ്ടിരുന്നു. അത് സൈറ്റ് മാപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ സൈറ്റ് മാപ്പ് ഒന്ന് ഗൂഗിളിലേക്ക് സബ്മിറ്റ് ചെയ്യാം. കാരണം നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന അപ്ഡേഷൻസും ആഡ് ചെയ്യുന്ന പുതിയ കണ്ടൻറ്റ്, പുതിയ പേജസ് എല്ലാം ഗൂഗിളിന് ലഭിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് സൈറ്റ് മാപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം ഗൂഗിളിലേക്ക്. അതിനായിട്ട് സെർച്ച് കൺസോളിൽ വന്നതിന് ശേഷം സൈറ്റ് മാപ്സ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം. വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അതിന് ബാക്കിയുള്ള ഒരു ഏരിയ മാത്രം. ഇനിയിപ്പോൾ നമുക്ക് ഇത് മാത്രം സബ്മിറ്റ് ചെയ്താൽ മതി. appsxyz.com/sitemap_index.xml ഇത് സബ്മിറ്റ് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും. അതിനുശേഷം ഗൂഗിൾ നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പേജസൊക്കെ ഫെച്ച് ചെയ്ത് തുടങ്ങും. അതിലെ കണ്ടൻറ്റ്സ് ഫെച്ച് ചെയ്യും. ഇനി നമ്മൾ വെബ്സൈറ്റിൽ എന്ത് അപ്ഡേഷൻസ് നടത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് Yost SEO എന്ന് പറഞ്ഞ പ്ലഗിൻസ് സൈറ്റ് മാപ്പ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് മാനുവലി നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു വൺ ടൈം സെറ്റപ്പാണ്. ഓട്ടോമാറ്റിക്കാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ പ്ലഗിൻ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെർച്ച് കൺസോളും വെബ്സൈറ്റ് ലിങ്ക് ചെയ്തു. ഇനി അടുത്തൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗൂഗിളിലേക്ക് ഒന്നുകൂടി പോവാം. google.com ഇന്നൊരു കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതിനൊരു ടൈറ്റിൽ വരുന്നുണ്ട്, അതിനൊരു ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്, ഒരു URL വരുന്നുണ്ട്. ഇത് നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം വെബ്സൈറ്റിൻ്റെ ഹോം പേജിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പേജ് എഡിറ്റ് ചെയ്യാം. ഈ പേജിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു സെക്ഷനോടെ വന്നിട്ടുണ്ട്, Yost SEO. ഈ പ്ലഗിൻ്റെ ഒരു സെക്ഷനാണ്. പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം വന്നിരിക്കുന്ന ഒരു ബ്ലോക്കാണ്. ഇനി നമുക്കത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇതിനുള്ളിലൊരു സെർച്ച് റിസൾട്ടിന് സമാനമായിട്ടുള്ളൊരു പ്രിവ്യൂ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു മൊബൈൽ പ്രിവ്യൂ ആയിട്ടാണ് കാണിക്കുന്നത്. ഡെസ്ക്ടോപ്പ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഡിസ്പ്ലേ എന്ന് നമുക്ക് കാണാൻ പറ്റും. മൊബൈലിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഡെസ്ക്ടോപ്പിൽ ഇങ്ങനെയാണെന്നുള്ള രീതിയിൽ. ഇത് എങ്ങനെയാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതിനായിട്ടൊരു SEO ടൈറ്റിൽ, SEO എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം SEOക്ക് വേണ്ടി ടൈറ്റിൽ പ്ലാൻ ചെയ്യുമ്പോൾ അതൊന്ന് പ്ലാൻ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരുപാട് കീവേഡ് അനലൈസ് ചെയ്യുന്ന ടൂളുകൾ അവൈലബിൾ ആണ്. കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ടൂൾസ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഫ്രീ ആയിട്ടുള്ളൊരു കീവേഡ് പ്ലാനർ, ചൂസ് റൈറ്റ് കീവേഡ് നമുക്ക് നോക്കാം. ഗൂഗിളിലെ തന്നെ കീവേഡ് പ്ലാനർ ടൂളുണ്ട്. ഗോ ടു കീവേഡ് പ്ലാനർ. ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനറിൽ നമുക്ക് കീവേഡിൻ്റെ പ്ലാനുകൾ നമുക്ക് സെർച്ച് ചെയ്യാം. ഡിസ്കവർ ന്യൂ കീവേഡ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ നമുക്ക്
കൊച്ചി എന്നൊരു കീവേഡ് നമ്മൾ സെലക്ട് ചെയ്തു. നമ്മളൊന്നും ഇടുന്നില്ല, ഞാൻ ഗെറ്റ് റിസൾട്ട് ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രോപ്പർട്ടി ഫോർ സെയിൽ ഇൻ കൊച്ചി. 16 റിലേറ്റഡ് ആയിട്ട് കൊച്ചിയിൽ മാക്സിമം സെർച്ച് വരുന്ന റിസൾട്ടുകളാണ് ഈ കാണുന്നത്. പ്രോപ്പർട്ടി ഫോർ സെയിൽ ഇൻ കൊച്ചിയാണ്. 10 to 100 ആവറേജ് മന്ത്ലി സെർച്ചാണ് വരുന്നത്. പക്ഷെ അതിൽ കൂടുതൽ സെർച്ച് വരുന്നുണ്ട് ഫ്ലാറ്റ് ഫോർ സെയിൽ ഇൻ കൊച്ചി 100 to 1K, ഹൗസ് ഫോർ സെയിൽ ഇൻ കൊച്ചി 100 to 1K. ഇതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡുകളാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കീവേഡ്സുകൾ നോക്കുക, പ്ലാൻ ചെയ്യുക. അപ്പോൾ അതുപോലെ മാക്സിമം കോമ്പിനേഷൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ബെസ്റ്റ് സെർച്ചിങ് കീവേഡ്സുകൾ ലഭിക്കും ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ ടൂൾസിൽ നിന്നും. അതിനനുസരിച്ച് വേണം ഇവിടെ ടൈറ്റിൽ എഴുതുമ്പോഴും ഈ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോഴൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യാനായിട്ട്. ഞാൻ ഒരു റിയൽ എസ്റ്റേറ്റിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ പറയുന്നത്, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ മറ്റൊരു വെബ്സൈറ്റാണ്. സോ ഇവിടെ ഞാൻ ഓൾറെഡി ഒരു ടൈറ്റിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഞാൻ അവിടെ സേവ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊരു പ്രിവ്യൂ കാണാൻ പറ്റും. SEO ടൈറ്റിലായിട്ട് അത് സേവ് ചെയ്തു. പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ തന്നെ ഇപ്പം നമുക്കൊരു പ്രിവ്യൂ കിട്ടുന്നുണ്ട്. appsxyz.com ബെസ്റ്റ് ഇ-കൊമേഴ്സ് ആൻഡ് മൊബൈൽ വെബ്സൈറ്റ് ഫോർ യുവർ ഹോം ഡെലിവറി. ഇവിടെ വന്നു, ഡിസ്ക്രിപ്ഷൻ വന്നു. ഓക്കെ, ഇത് മൊബൈലിൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. മൊബൈലിൽ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കും സെർച്ച് എഞ്ചിനിൽ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. നമുക്കിവിടെ SEO ഒരു സജഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് നമുക്കിതിൽ മിസ്സിംഗ് ഉള്ളത്. ടോട്ടലി ഈ ഒരു പേജിൽ വരുന്ന SEOൻ്റെ പ്രോബ്ലംസാണ് ഈ കാണുന്നത്. നമുക്ക് ഗ്രീൻ മാർക്കിൽ കുറച്ച് കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഔട്ട്ബൗണ്ട് ലിങ്ക്, ഇമേജ്, ടെക്സ്റ്റ് ലെങ്ത്, SEO ടൈറ്റിൽ, ഇവിടുത്തെ എല്ലാം ഗുഡ് ജോബാണ്. ഇനി മെറ്റാ ഡിസ്ക്രിപ്ഷനിൽ ഒരു സജഷൻ പറയുന്നത് മെറ്റാ ഡിസ്ക്രിപ്ഷൻ ഈസ് ടു ഷോർട്ട്. വളരെ ചെറിയൊരു ഡിസ്ക്രിപ്ഷനാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു 120 ക്യാരക്ടറിന് താഴെയാണ്, ഒരു 150 ക്യാരക്ടർ വരെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് സജഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഓരോ ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്ന് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ചുള്ള അപ്ഡേറ്റുകൾ ചെയ്യാം. സോ SEO വലിയൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തതിന് ശേഷം SEOയിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങളില്ല. നിങ്ങളുടെ വെബ്സൈറ്റിൽ ഡയറക്റ്റ്ലി എൻ്റർ ചെയ്യാം, SEO യോസ്റ്റ് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക, റീഡ് ചെയ്യുക, അതിനനുസരിച്ച് ഫില്ല് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അത്ര മാത്രമാണ് ഇത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇനി ഒരു വെബ്സൈറ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇനി നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഇതുപോലുള്ള മെറ്റാ ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, എന്ത് കണ്ടൻ്റ് ആണെങ്കിലും ഗൂഗിളിൽ ഇമ്മീഡിയറ്റ്ലി റിഫ്ലക്റ്റ് ചെയ്യുന്നതല്ല. അത് സ്ലോലി മേ ബി ഫ്യൂ ഡേയ്സിന് ശേഷമായിരിക്കും ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്റ്റിൽ നമ്മൾ അപ്ഡേറ്റുകൾ വരുത്തുക. അത് സെയിം ടൈമിൽ അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. ഇനി ഗൂഗിളിൽ നമ്മുടെ ഈ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. appsxyz.com നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ബെസ്റ്റ് ഇ-കൊമേഴ്സ് മൊബൈൽ ആപ്പ് ആൻഡ് വെബ്സൈറ്റ് ഫോർ ഹോം ഡെലിവറി. ഡിസ്ക്രിപ്ഷൻ അടക്കം ഇവിടെ വന്നിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ നമ്മുടെ അപ്ഡേറ്റ് ആയിട്ടില്ല. അതിലുള്ള ഡിസ്ക്രിപ്ഷൻ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തിരിക്കുന്നതാണ്. പക്ഷെ നമ്മളിവിടെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റാ ഡിസ്ക്രിപ്ഷൻ മേ ബി ഫ്യൂ ഡേയ്സിനുള്ള അപ്ഡേറ്റ് ആവുമായിരിക്കാം. അങ്ങനെയാണ് SEO വർക്ക് ചെയ്യുന്നത്. അടുത്തായിട്ട് ഗൂഗിൾ കൺസോളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ വെബ്സൈറ്റിൻ്റെ പെർഫോമൻസ് ഒക്കെ അറിയാൻ പറ്റും. റൈറ്റ് നോ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്തിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ ഇനഫ് ഡാറ്റ ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. പക്ഷേ പെർഫോമൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഫ്യൂ മന്ത്സിന് ശേഷം ഡാറ്റ നല്ല രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഗ്രാഫിക്കലായിട്ടുള്ളൊരു ഡാറ്റ കാണാം. ഇതിനുവേണ്ടി ഞാൻ ഗൂഗിളിൽ നിന്ന് കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ കണ്ടറിയാൻ പറ്റും ഇന്ന വെബ്സൈറ്റിൽ ഇത്രയും ട്രാഫിക് വന്നിട്ടുണ്ട്, ഇത്രയും ഇംപ്രഷൻ വന്നിട്ടുണ്ട്, ക്ലിക്സ് വന്നിട്ടുണ്ട്, ഗൂഗിളിൽ നിന്ന് ആവറേജ് പൊസിഷനൊക്കെ എത്രയാണെന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അടുത്ത് തന്നെ കാണാം ക്വറീസ്, പേജസ്, കൺട്രീസ്, ഡിവൈസ്. ഏത് ഡിവൈസിൽ നിന്നാണ് കൂടുതൽ ഇന്ന കീവേഡ്സിന് വിസിറ്റേഴ്സ് വന്നിരിക്കുന്നത്, ഏത് കൺട്രിയിൽ നിന്നാണ്, ഏത് പേജസിലേക്കാണ്, ഏത് ക്വറീസാണ്, ഏതൊക്കെ സെർച്ച് ക്വറീസാണ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എന്നിട്ടാണ് ഈ വെബ്സൈറ്റിലേക്ക് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ അടുത്തൊരു സ്ക്രീൻഷോട്ട് നോക്കിയാലും ഇതുപോലെ തന്നെയാണ്. സെർച്ച് എഞ്ചിനിൽ SEO എങ്ങനെയാണ് വർക്ക് ചെയ്യണം നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഗൂഗിളിനെ സംബന്ധിച്ച് നമ്മളൊരു കീവേഡിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിന് ആ യൂസറിന് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് കൊടുക്കണം. സോ ആ കീവേഡിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് സെർച്ച് എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അത്തരം കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു വെബ്സൈറ്റിൽ SEO ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റിൽ ഇന്ന കീവേഡ് അടിക്കുന്ന ഒരാൾക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ ഉണ്ടെങ്കിലാണ് ഗൂഗിൾ നമ്മുടെ വെബ്സൈറ്റ് ആ റാങ്കിങ് പൊസിഷനിലേക്ക് കൊണ്ടുവരുള്ളൂ. സോ നമ്മളിപ്പോൾ ബേസിക്കായിട്ട് ചെയ്ത ആക്ടിവിറ്റീസ് ഇവിടെ ചെയ്തു, ഒരു ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ കൊടുത്തു. അതേപോലെ തന്നെ ഈക്വലൻ്റ് ആയിട്ട് ഇന്ന വെബ്സൈറ്റിൻ്റെ പേജിൽ ആ ഒരു ടൈറ്റിൽ പോലെ തന്നെ ഡിസ്ക്രിപ്ഷനും കണ്ടൻറ്റും ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കമ്പാരിസന് വേണ്ടി നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ വെബ്സൈറ്റ് കൂടി കമ്പയർ ചെയ്യുക. അതിനും ബെറ്റർ ആയിട്ടുള്ള കണ്ടൻറ്റ്സ് മാക്സിമം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഗൂഗിൾ അങ്ങനെ ഒരു കാര്യം നോക്കുന്നത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ കണ്ടൻറ്റും ബെറ്റർ ആക്കുക. അതാണ് SEOയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇന്നൊരു കീവേഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കണ്ടൻറ്റുകൾ എത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ആണോ.
പിന്നെ ആ ഒരു വെബ്സൈറ്റ് എത്രയും ഫാസ്റ്റായിട്ട് ലോഡ് ചെയ്യുന്നുണ്ട് യൂസറുടെ ബ്രൗസറിൽ. ഗൂഗിൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ വെബ്സൈറ്റിന് പെർഫോമൻസ് എത്രത്തോളം ആണെന്ന്. അപ്പോൾ അതേ രീതിയിൽ വെബ്സൈറ്റ് എത്ര ഫാസ്റ്റായിട്ട് യൂസറിൻ്റെ ഡിവൈസിൽ ലോഡ് ചെയ്യുന്നു, ആ ഒരു വെബ്സൈറ്റ് മൊബൈൽ ഡിവൈസിൽ കമ്പാക്റ്റബിൾ ആണോ ബെറ്റർ റീഡബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ സോഷ്യൽ മീഡിയ പ്രസൻസ് എത്രത്തോളം ഉണ്ട്, ആ വെബ്സൈറ്റ് മറ്റെത്ര വെബ്സൈറ്റുകളായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, എത്രയൊക്കെ വെബ്സൈറ്റുകളിൽ നിന്ന് ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലിങ്കുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്, ആ വെബ്സൈറ്റിന് ഗൂഗിൾ ബിസിനസ് ലിസ്റ്റിംഗ് ഉണ്ടോ, അതിന് എത്ര റിവ്യൂസ് ഉണ്ട്, ഇതിനൊക്കെ അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ പരിഗണിച്ചിട്ടാണ് ഗൂഗിൾ ഡിഫൈൻ ചെയ്യുന്നത് ഇന്നൊരു വെബ്സൈറ്റാണ് ഇന്ന കീവേഡിന് വേണ്ടിയിട്ട് നല്ലത്. ഇന്ന വെബ്സൈറ്റ് ആവണമെന്നില്ല, ആ വെബ്സൈറ്റിൻ്റെ ഉള്ളിലൊരു പെർട്ടിക്കുലർ പേജ് ആയിരിക്കാം. സോ ആ ഗൂഗിൾ സെർച്ച് പ്രോഗ്രാം ഡിഫൈൻ ചെയ്യുന്നത് ഒരു ബെറ്റർ റിസൾട്ടായിട്ട് ആ ഒരു സ്പെസിഫിക് കീവേഡിന് ഒരുപാട് ഇങ്ങനെയുള്ള വേരിയബിൾസ് കൺസിഡർ ചെയ്തിട്ടാണ്. സോ SEO എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. എങ്കിലും ഈ ഒരു ബേസിക് ആയിട്ടുള്ള WordPress SEO പ്ലഗിനും ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷനും വഴി നമുക്ക് അത്യാവശ്യം ലോക്കൽ ബിസിനസ്സിന് ലോക്കൽ സെർച്ച് റിസൾട്ടിൽ വരാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ കാണിച്ചൊരു കീവേഡ്, ഫോർ എക്സാമ്പിൾ ഹൗസ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്ന് ഞാൻ സെർച്ച് ചെയ്യാണ്. ഈ കീവേഡിൻ്റെയൊക്കെ ഒരു വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. നിങ്ങൾക്കറിയാം, ഒരു ഹൗസ് ഫോർ സെയിൽ ഇൻ കൊച്ചി എന്നുള്ള ഒരു കീവേഡിൽ സെർച്ച് ചെയ്ത് ഒരു 1 CR ഹൗസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ SEOൻ്റെ ഒരു കീവേഡിനും ആ ഒരു റിസൾട്ടിന് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സെല്ലിംഗ് പോയിൻ്റ് തന്നെയാണ് 99 acres എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനുള്ളത്. അപ്പോൾ അവർ പ്രോപ്പർട്ടി സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു പെയ്ഡ് പാക്കേജിൽ പ്രോപ്പർട്ടി ലിസ്റ്റ് ചെയ്യുമ്പോൾ 99 acresൻ്റെ സെല്ലിംഗ് പോയിൻ്റ് ഇതായിരിക്കും. കൊച്ചി ഏരിയയിൽ ഈ രീതിയിലുള്ള കീവേഡ് സെർച്ച് ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റാണ് ഏറ്റവും ടോപ്പിലുള്ളത്. അതുപോലെ തന്നെ OLX, അതുപോലെ മാജിക് ബ്രിക്സ്, ഇന്ന വെബ്സൈറ്റുകൾ SEOയിലാണ് ഏറ്റവും ടോപ്പായിട്ട് വന്ന് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആളുകൾ ഏറ്റവും ഉപയോഗിക്കുന്നത് അത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതാണ് ഈ പറഞ്ഞ കമ്പനീസിൻ്റെ എല്ലാം സെല്ലിംഗ് പോയിൻറ്റ്. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് അവർക്കുള്ളത് കൊണ്ടാണ് നമ്മൾ അവർക്ക് പേയ്മെൻറ്റ് ചെയ്ത് ആ വെബ്സൈറ്റുകളിലൊക്കെ ലിസ്റ്റ് ചെയ്യുന്നത്. ഇതേപോലെ നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ഇന്ന ലൊക്കേഷൻ, നിങ്ങളുടെ ലോക്കൽ ലൊക്കേഷൻ, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ സെല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് കാറ്റഗറിയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള കീവേഡിലും നിങ്ങളുടെ പ്ലേസ് നെയിമിലും ഇന്ന സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് ആണ് ടോപ്പിൽ എന്നുണ്ടെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ നമുക്ക് കീവേഡ് പ്ലാനറിൽ പോയിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇന്ന കീവേഡ്സിന് എത്ര പേര് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗൂഗിൾ കീവേഡിൻ്റെ ഒരു പ്രത്യേകത അറിയാം. ഗൂഗിൾ സെർച്ചിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുന്നത് മിക്കതും ഒരു ജെനുവിൻ കസ്റ്റമർ ആയിരിക്കും. എന്ത് രീതിയിൽ മാർക്കറ്റിംഗ് ചെയ്യുന്നു, കോൾ ചെയ്യുന്നു, എന്ത് രീതിയിലായിട്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് മെത്തേഡാണ് സെർച്ച് എഞ്ചിനിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു SEO അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ കൂടാതെ SEO എന്ന് പറയുന്ന ഒരു റിക്കറിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത് 1 ടൈം ബേസിക് ആയിട്ടുള്ള ഇൻസൈറ്റ് SEO സെറ്റപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ SEO റിക്കറിംഗ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് കൂടി ചേർന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കമ്പനിയുടെ സപ്പോർട്ട് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അപ്കമിങ് വീഡിയോസിൽ കൂടുതൽ ടോപ്പിക്സ് കൂടി ഞാൻ ചെയ്യാൻ ശ്രമിക്കാം.